മറ്റമ്മന്റെ പൊതിച്ചോറ് നാടകം പൊളിയാൻ വേണ്ടി പോവുള്ളൂ. ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണം നടത്തുന്ന തടയാൻ വേണ്ടി പോവാണത്രേ. അവന്മാരുടെ ഒരു കൊടികെട്ടിയ വണ്ടിയും പരസ്യവും ലോക ഉടായിപ്പാനുണ്ടോ അവന്മാര്. നിങ്ങൾ 2 കൊല്ലം മുമ്പേ കടം കയറി നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് ഗൾഫിൽ പോയത് ഓർമ്മയില്ലേ? ആ സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിനെ കൊണ്ട് ഓട്ടം പോയിട്ട് പാർക്കിങ്ങിൽ കിടക്കുകയായിരുന്നു. അപ്പൊ കണ്ടൊരു കാഴ്ച ഉണ്ടായിരുന്നു. കൂട്ടിന് നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പനിച്ചു കിടക്കണ കുട്ടിനെയും കൊണ്ട് ഒരു പെണ്ണ് ഈ പൊതിച്ചോറ് വാങ്ങാൻ വരി നിൽക്കണം. ആ പെണ്ണ് വേറെ ആരുമല്ല, ഞങ്ങളുടെ ഭാര്യയാണ്. നിങ്ങൾ പറഞ്ഞ കൊടിവെച്ച വണ്ടിയിലായിരുന്നു പൊതിച്ചോറ് വിതരണം. രാഷ്ട്രീയപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മളും അവരും തമ്മിലുണ്ടാവും. പക്ഷെ അവര് കൊടുക്കണ പൊതിച്ചോറ് ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല കൊടുക്കണത്. എരിയുന്ന വയറിന് ഒരു നേരം സമാധാനം, സ്നേഹമാണ് പൊതിഞ്ഞു കൊടുക്കുന്നത്. അത് ലോകം അവസാനിക്കുന്നവരെ അവരെ കൊണ്ട് കൊടുക്കാൻ സാധിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന് അന്നദാനം കൊടുക്കുകയാണ്. ഗവൺമെന്റ് ജോലിയാണ്. ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടിയും കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൊള്ളാം.